Dears, welcome back to company account classes. Today we are discussing of categories of share capital. നമ്മൾ സാധാരണ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു കമ്പനി ആവുമ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുക. ഷെയർ ക്യാപിറ്റൽ കാരണം ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുന്നത്, ഫണ്ട് കണ്ടെത്തുന്നത്. അതുകൊണ്ട് ക്യാപിറ്റലിനെ ഷെയർ ക്യാപിറ്റൽ, ഷെയർ എന്ന പേര് ചേർത്തുകൊണ്ടാണ് വിളിക്കുക. ഓക്കെ, ഷെയർ ക്യാപിറ്റലിൻ്റെ വിവിധ കാറ്റഗറികളെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഫസ്റ്റ് ഓഫ് ഓൾ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് മാക്സിമം റൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, അതിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നും നോമിനൽ ക്യാപിറ്റൽ എന്നും ഇൻകോർപ്പറേറ്റഡ് ക്യാപിറ്റൽ എന്നൊക്കെ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ വിളിക്കാം. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ക്യാൻ ബി റൈസ്ഡ് ബൈ ദ കമ്പനി, ദാറ്റ് ഈസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഒരു എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും, അതിനപ്പുറം ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കണ്ടെത്താൻ കഴിയില്ല. മാക്സിമം എമൗണ്ട്, ഒരു തവണ എത്ര റൈസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു എമൗണ്ട്, മാക്സിമം എമൗണ്ടാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദറ്റ് ഈസ് ആക്ച്വലി ഇഷ്യൂഡ് ടു ദ ജനറൽ പബ്ലിക്. ഒരു നിശ്ചിത എമൗണ്ട് വരെ റൈസ് ചെയ്യാൻ അധികാരമുണ്ടെങ്കിലും കമ്പനീസ് ആക്ട്, കമ്പനി രജിസ്ട്രാർ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും അത്രയും ഒറ്റ ടൈമിന് കമ്പനി ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്ത് കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് 10 crore റുപ്പീസാണ് നോമിനൽ ക്യാപിറ്റൽ എങ്കിൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എങ്കിൽ, ആ 10 crore ഒറ്റത്തവണ കമ്പനി കണ്ടെത്തിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു സപ്പോസ് ഫോർ എക്സാമ്പിൾ 6 crores മാത്രം ഫസ്റ്റ് ഓഫ് ഓൾ റൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ആ 6 crore ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അത്രയാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. വേണമെങ്കിൽ 10 കോടി വരെ ഫണ്ട് കണ്ടെത്താനുള്ള രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ കമ്പനി ഇപ്പോൾ എത്ര കണ്ടെത്താൻ തീരുമാനിച്ചു അതിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 6 കോടി രൂപയാണ് കമ്പനി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടെ കൃത്യമായ ഷെയറിൻ്റെ എണ്ണം ഉണ്ടാവും, എത്ര ഷെയർ ഇഷ്യൂ ചെയ്തു, ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ, മുഖവില എത്ര, നോമിനൽ വാല്യൂ എത്ര എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കും. 6 കോടി രൂപയാണ് റൈസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ വില പെർ ഷെയർ വില 100 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും? 6 crore എന്ന് പറയുമ്പോൾ 2 zeros കട്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ 1 zero കട്ടായാൽ 60 lakhs, ഒരു 0 കൂടെ കട്ടായാൽ 6 lakhs. അപ്പോൾ 6 lakhs ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, 6 lakh ഷെയർ അറ്റ് ദ റേറ്റ് ഓഫ് ₹100 എന്ന നിലക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് 6 crore ക്യാപിറ്റൽ കിട്ടുന്നത്. ആ 6 crore ക്യാപിറ്റലിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ഇനി മറ്റൊരു കാറ്റഗറിയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ? കമ്പനി 6 crore ഷെയർ ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്തു. എന്നാൽ
പൊതുജനങ്ങളുടെ ആപ്ലിക്കേഷൻ, ജനറൽ പബ്ലിക്കിൻ്റെ പ്രതികരണം അത്രമേൽ ഉണ്ടാവണമെന്നില്ല. 6 കോടി കിട്ടാനുള്ള ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് ആപ്ലിക്കേഷൻ വന്നത് ഒരു 4 crore മാത്രമായിരിക്കും. ചിലപ്പോൾ 4 കോടി രൂപ കിട്ടാനുള്ള ആപ്ലിക്കേഷനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ 4 കോടി രൂപക്കാണ് എന്ത് പറയുക, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. പൊതുജനങ്ങൾ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റലാണ് നെക്സ്റ്റ് എന്താണ്, കോൾഡ് അപ്പ് ക്യാപിറ്റലാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ which has been called up by the company. It is that part of subscribed capital which has been called up by the company. അതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 4 crore ക്യാപിറ്റലിനുള്ള സബ്സ്ക്രിപ്ഷൻ വന്നു. ഓക്കെ, എന്നാൽ ആ 4 crore കമ്പനി ഒറ്റത്തവണ സ്വീകരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു 3 crore മാത്രമായിരിക്കും കമ്പനി കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 crore കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ബാക്കി 1 crore മാറ്റി വെച്ചത് അൺകോൾഡ് ക്യാപിറ്റൽ എന്നാണ് പറയുക. അൺകോൾഡ് ക്യാപിറ്റൽ. ഓക്കെ, അത് കമ്പനിക്ക് ആവശ്യം വരുമ്പോൾ കമ്പനി കോൾഡ് അപ്പ് ചെയ്തോളും. അപ്പോൾ അതിനെ അൺകോൾഡ് ക്യാപിറ്റൽ എന്നാണ് പറയുക. ഇപ്പോൾ 2 കാറ്റഗറി ഇപ്പോൾ പഠിച്ചു, കോൾഡ് അപ്പ് ക്യാപിറ്റലും അൺകോൾഡ് ക്യാപിറ്റലും. ഓക്കെ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ മീൻസ് നമ്മളെ എക്സാമ്പിളിൽ 3 crore അതായത് 4 crore സബ്സ്ക്രിപ്ഷൻ വന്നു. എന്നാൽ കമ്പനി അത് കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് എത്രയാണ്, 3 crore. അപ്പോൾ ആ 3 crore കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുക. ബാക്കി 1 crore ഉണ്ടല്ലോ, 4 crore സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ബാക്കി 1 crore അൺകോൾഡ് ക്യാപിറ്റൽ എന്നാണ് പറയുക. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ് വിൽ ബി കോൾഡ് അപ്പ് എനി ടൈം വെൻ കമ്പനി നീഡ്സ് ഫണ്ട്. എപ്പോൾ വേണമെങ്കിലും കമ്പനി കോൾഡ് അപ്പ് ചെയ്യാം. അങ്ങനെയുള്ള ക്യാപിറ്റലാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ഇനി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ? നമ്മൾ സാധാരണ കാണുന്ന സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മൾ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഇഫക്റ്റ് ഉണ്ടാവുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയാണ്. നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ ചെയ്യുമ്പോൾ ടോട്ടൽ ഉൾപ്പെടുത്തുന്ന ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. മറ്റേതൊക്കെ തിയറിറ്റിക്കലാണ്. ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ് എന്നൊക്കെ പറയുന്നത് തിയറിറ്റിക്കലാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ് നമ്മൾ അക്കൗണ്ട്സിൽ കാണുന്നത്. അപ്പോൾ എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഓൾറെഡി പെയ്ഡ് ബൈ ദ മെമ്പേഴ്സ്, പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഇത് കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. അതായത് നമ്മുടെ എക്സാമ്പിളിൽ 3 crore കോൾഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മൾ അത്രയും കോൾ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, കോൾ മണിയൊക്കെ ആയിട്ട് ശേഷം നമ്മൾ പഠിക്കും അതിൻ്റെ പ്രൊസീജിയർ. ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ പ്രൊസീജിയർ നമ്മൾ ശേഷം പഠിക്കും. കമ്പനി കോൾ ചെയ്തിട്ടുണ്ട്, 3 crore കോൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ പല മെമ്പേഴ്സും ആപ്ലിക്കേഷൻ മണി അടച്ച ആളുകൾ, ഷെയർ അലോട്ട് ചെയ്ത ആളുകൾ ചിലപ്പോൾ കോൾ മണി അടക്കാൻ ഫെയിലായിട്ടുണ്ടാവും. അങ്ങനെ പല ആളുകളും അടക്കാതിരുന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ
3 crore ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അത് 2.5 crore ഒക്കെ ആയി മാറും. അത്ര ആളുകളെ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ. എത്ര ഫണ്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നു? നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. എത്ര വന്നു, എത്ര അക്കൗണ്ടിലോട്ട് വന്നു ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. The next category is reserve capital. It is the portion of uncalled capital that is called up only upon winding up of the company. നമ്മൾ നേരത്തെ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞല്ലോ. അൺകോൾഡ് ക്യാപിറ്റലും റിസർവ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു 1 crore മാറ്റി വെച്ചല്ലോ. പൊതുജനങ്ങൾ 4 crore സബ്സ്ക്രിപ്ഷൻ നടത്തിയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. എന്നാൽ പോലും കമ്പനി കോൾ ചെയ്യുന്നത് 3 crore 1 crore അവിടെ മാറ്റി വെച്ചു. അതിനെ നമ്മൾ പേര് വിളിച്ചു അൺകോൾഡ് ക്യാപിറ്റൽ എന്ന്. അത് കമ്പനി ആസ് ആൻഡ് വെൻ റിക്വയർഡ് അറ്റ് എനി ടൈം വെൻ കമ്പനി നീഡ്സ് ഫണ്ട് കമ്പനി അത് റൈസ് ചെയ്യും. അത് ആ ഒരു ഷെയർ കോൾ ചെയ്യും. അതാണ് അൺകോൾഡ് ക്യാപിറ്റൽ. എന്നാൽ റിസർവ് ക്യാപിറ്റൽ എന്താ? റിസർവ് ക്യാപിറ്റൽ ഈ പറഞ്ഞ അൺകോൾഡ് ക്യാപിറ്റൽ ഒരു ഭാഗമാണ്. ആ 1 കോടി കംപ്ലീറ്റ് ആവശ്യം വരുമ്പോൾ കമ്പനി റൈസ് ചെയ്യുന്നില്ല. അതിലും ഒരു പോർഷൻ അവിടെ മാറ്റി വെക്കും. അത് കോൾഡ് അപ്പ് ഓൺലി അപ്പോൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ ലിക്വിഡേഷൻ, വൈൻഡിങ് അപ്പ്, ടെർമിനേറ്റ് ചെയ്യുമല്ലോ, കമ്പനി ഡിസോൾവ് ചെയ്യുമല്ലോ, ആ സമയത്ത് ഫണ്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടി, ഫണ്ട് കണ്ടെത്താൻ വേണ്ടി മാറ്റി വെക്കുന്ന ഇഷ്യൂ, കോൾഡ് അപ്പ് ഇഷ്യൂ അല്ല, കോൾ, ആ ഒരു പോർഷനാണ്, ആ ഒരു ക്യാപിറ്റലിൻ്റെ പോർഷനെയാണ്, അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ പോർഷനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. തിയറിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ക്യാപിറ്റൽ. ഓക്കെ, ഇത് ഓർഡറിൽ തന്നെ പറഞ്ഞ് പഠിക്കണം. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ എളുപ്പമാണ്. ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നും ഓരോന്നിൻ്റെ ഭാഗമാണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. അങ്ങനെ നോക്കിപ്പോയാൽ മതിയാവും. ഓക്കെ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.